നമസ്കാരം. 6ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്ററായ ഏർലി സ്റ്റേറ്റ് അല്ലെങ്കിൽ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന പാഠഭാഗം പരിചയപ്പെടാം. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. The children of Thingalmade Government School are very happy. Everyone has reached the conference hall to watch broadcast of the cultural exchange program. The children of Thingalmade Government School are very happy. Thingalmade Government സ്കൂളിലെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടാണത്? Everyone has reached കോൺഫറൻസ് ഹാൾ. എല്ലാവരും ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്? കോൺഫറൻസ് ഹാളിൽ നിൽക്കുകയാണ്. എന്തിനാ? ടു വാച്ച് ബ്രോഡ്കാസ്റ്റ് ഓഫ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. എല്ലാ കുട്ടികളും സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ബ്രോഡ്കാസ്റ്റ് കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ടി വിയിലൊരു പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ പരിപാടി എന്താണ്? കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. എന്താണ് കുട്ടികളെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ? നോക്കാം. ഹെഡ് മാസ്റ്റർ ബിഗിൻ ടു സ്പീക്ക്. നമ്മുടെ ഹെഡ് മാസ്റ്റർ അവിടെ സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്താ? ഡിയർ ചിൽഡ്രൻ, ഹാവ് യു ഹേർഡ് അബൌട്ട് ദ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം? നിങ്ങൾ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം അല്ലെങ്കിൽ സാംസ്കാരിക വിനിമയ പരിപാടിയെക്കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ദീസ് പ്രോഗ്രാം ഹെൽപ്സ് അസ് അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് റീജിയൻ. വിവിധ രാജ്യങ്ങളുടെ കൾച്ചർ, സംസ്കാരവും ഹിസ്റ്ററി, ചരിത്രവുമൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്? കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം. എവറി ഇയർ സച്ച് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഓർഗനൈസ്ഡ്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള സാംസ്കാരിക വിനിമയ പരിപാടി നടത്താറുണ്ട്. ബ്രിങ്ങിങ് ടുഗദർ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം വേരിയസ് കൺട്രീസ്. ഇത് വിവിധ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ്, അതായത് വിദ്യാർത്ഥി പ്രതിനിധികളാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ദിസ് ഇയർ സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഗ്രീസ്, ഇറാൻ ആൻഡ് ഇറ്റലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ ഇന്ത്യ. ഈ വർഷം ഇന്ത്യ ഓർഗനൈസ് ചെയ്ത ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഗ്രീസിലെയും ഇറാനിലെയും ഇറ്റലിയിലെയും ഇന്ത്യയിലെയും കുട്ടികളാണ്. ഈച്ച് റെപ്രസെൻറ്റേറ്റീവ് ഷെയർഡ് ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദെയർ റെപ്രസെൻറ്റേറ്റീവ് കൺട്രി. ലെറ്റ്സ് എക്സ്പ്ലോർ ദം. ഈ ഓരോ കുട്ടികളും അവരവരുടെ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവുമെല്ലാം ഇവിടെ പങ്കുവയ്ക്കും. ഈ ഒരു പാരഗ്രാഫ് കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് തിങ്കൾമേഡ് സ്കൂളിൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കുകയാണ്. ടി വി പ്രോഗ്രാമാണ്. 4 കുട്ടികൾ, ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, 4 കുട്ടികൾ വന്നിരുന്ന് അവരുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ഒക്കെ പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പാരഗ്രാഫിൽ നമുക്ക് പഠിക്കേണ്ടതായ ചോദ്യോത്തരങ്ങളൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. Athena from Greece shared the details of her home country by displaying the Olympic symbol. ആദ്യം ആരാണ് സംസാരിച്ചത്? ഗ്രീസിൽ നിന്നുള്ള അഥീനയാണ്. അവൾ തൻ്റെ ഹോം കൺട്രി, തങ്ങളുടെ രാജ്യത്തിലെ ഒളിമ്പിക്സ് ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വിശേഷം പങ്കുവച്ചത്. നമുക്ക് ആ കോളത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, ആർ യു ഫെമിലിയർ വിത്ത് ദിസ് സിംബൽ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ചിഹ്നം പരിചിതമാണല്ലോ. ദ ഒളിമ്പിക്സ് ഇൻ വിച്ച് ദ വോൾ വേൾഡ് enthusiastically participates today originated in ancient Greece. ഇന്ന് ഈ ലോകം മുഴുവനും enthusiastically, വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഈ ഒളിമ്പിക്സ് ഒറിജിനേറ്റഡ് ഇൻ ഏൻഷ്യൻറ്റ് ഗ്രീസ്. ഈ എവിടെയാണ് രൂപം കൊണ്ടത്? പുരാതന ഗ്രീസിലാണ്. ദ ഡെമോക്രസി ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഏതൻസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്.
ഡെമോക്രസി എന്താണ്? ജനാധിപത്യം. ഈ ജനാധിപത്യം ആദ്യമായി രൂപം കൊണ്ടതും എവിടെയാണ്? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റായ ഏതൻസിലാണ്. ഈസ് അവർ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. ഇത് ലോകത്തിലെ തന്നെ അവരുടെ മഹത്തായ സംഭാവനയാണെന്നും അദീന പറയുന്നു. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. ഗ്രീസ് സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കു കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. മൈ കൺട്രി ഈസ് റിച്ച് ഇൻ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സച്ചസ് ഐസൊലേറ്റഡ് വാലീസ് ലൊക്കേറ്റഡ് ഹൈ എബോവ് ദ സീ ലെവൽ, ഹിൽസ് ആൻഡ് സ്മോൾ മൗണ്ടൻ. ഇനി പറയുന്നത് അവരുടെ ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ കുറച്ച് സവിശേഷതകളാണ്. എന്തൊക്കെയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന എന്തൊക്കെയാണ്? ഹില്ല്, സ്മാൾ മൗണ്ടൻ, പിന്നെ ചെറുപർവ്വതങ്ങൾ, ഇതെല്ലാമാണ് ഗ്രീസിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. കൂട്ടുകാർക്ക് ഈ പാരഗ്രാഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്, നോക്കാം. You have listened to Adina's description. What are the details you got from it? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രീസിനെ പറ്റി മനസ്സിലായ ഡീറ്റെയിൽസ്, വിവരങ്ങളെല്ലാം താഴെ തന്നിരിക്കുന്ന ബുള്ളറ്റിൽ എഴുതി ചേർക്കുക. അതിൽ ഒരു വിവരം അവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഇൻ ഏൻഷ്യൻ്റ് ഗ്രീസ്. ഒളിമ്പിക്സ് രൂപം കൊണ്ടത് ഏൻഷ്യൻ്റ് ഗ്രീസിലാണെന്നുള്ള ഒരു വിവരം അവിടെ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള കോളങ്ങൾ കൂട്ടുകാർ ഫിൽ ചെയ്യാനാണ് ചോദ്യം. അത് നമുക്ക് എഴുതാം. അടുത്ത ബുള്ളറ്റിലെ ഗ്രീസ് ഈസ് റിച്ച് ഇൻ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ സമ്പന്നമാണ് ഗ്രീസ് എന്ന രാജ്യം. ഗ്രീസ് ഈസ് റിച്ച്, സമ്പന്നമാണ്. എന്തുകൊണ്ട്? ഇൻ ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂമിശാസ്ത്ര പ്രത്യേകതകളാൽ സമ്പന്നമാണ് എന്ത്? ഗ്രീസ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഇതാണ് ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഏതൻസ്. ജനാധിപത്യം ആദ്യമായി രൂപം കൊണ്ടത് എവിടെയാണ്? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റായ ഏതൻസിലാണ്. നെക്സ്റ്റ് നോക്കാം. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. ഗ്രീക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എവിടെയാണ്? തെക്ക് കിഴക്കൻ യൂറോപ്പിലായി സ്ഥിതി ചെയ്യുന്നു. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അവിടെ എഴുതി ചേർക്കുക. നോട്ട് ബുക്കിലും എഴുതുക. നന്നായി പഠിക്കുക. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിൽ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കൂട്ടുകാരെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്? ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളാണ്. നമുക്കതൊന്ന് വായിക്കാം. ഇൻ ഏൻഷ്യൻ്റ് ഗ്രീസ് വില്ലേജസ് വെയർ ദ മെയിൻ സെറ്റിൽമെൻറ്റ്. പുരാതന ഗ്രീസിൽ വില്ലേജസ്, ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. സെറ്റിൽമെൻറ്റ് താമസിക്കുന്ന സ്ഥലമെന്നേ അർത്ഥമുള്ളൂ. പുരാതന ഗ്രീസിൽ വില്ലേജസ് ആയിരുന്നു കൂടുതൽ, ഗ്രാമങ്ങളായിരുന്നു കൂടുതൽ. പിന്നെയോ ആസ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡെവലപ്ഡ്. കാലക്രമേണ അഗ്രികൾച്ചർ, കൃഷിയും, ട്രേഡ് എന്താണ്? കച്ചവടം. ഇതെല്ലാം ഡെവലപ്ഡ് ആയതോടുകൂടി, വികസിച്ചതോടുകൂടി സിറ്റീസ് വെയർ ഫോംഡ്. സിറ്റി അല്ലെങ്കിൽ നഗരങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. ഇവഞ്ച്വലി, കാലക്രമേണ എ city and a number of surrounding villages come together and began to transform into city states. കാലക്രമേണ അത് എന്താവാൻ തുടങ്ങി? ഒരു സിറ്റിയും അതിന് സറൗണ്ടിങ്സ്, അതിന് ചുറ്റുമായി കുറച്ചു ഗ്രാമങ്ങളും രൂപപ്പെട്ടു. ഇതിനെ എന്ത് വിളിക്കാൻ തുടങ്ങി? ഇതാണ് സിറ്റി സ്റ്റേറ്റ് എന്നറിയപ്പെട്ടത്. ഈ സിറ്റി സ്റ്റേറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? പോളീസ് എന്ന് വിളിച്ചു. ദീസ് സിറ്റി സ്റ്റേറ്റ്സ് വെയർ നോൺ ആസ് പോളീസ്. സിറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിറ്റിയും അതിന് ചുറ്റുമായി കുറച്ച് ഗ്രാമങ്ങളും രൂപപ്പെടുന്നതിനെയാണ് സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിന് പൊതുവായി എന്ത് പേരിൽ വിളിച്ചു? പോളീസ് എന്ന് വിളിച്ചു.
മുകളിലൊരു ചോദ്യം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ കൂട്ടുകാരെ, പ്രിപ്പയർ എ നോട്ട് ഓൺ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എന്ന ചോദ്യത്തിന് ആൻസറാണ് ഈ പാരഗ്രാഫ്. 3 പാരഗ്രാഫേ ഉള്ളൂ, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടി ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ്. സീസ് ഓർ ഹൈ മൗണ്ടൻസ് സെപ്പറേറ്റഡ് ദീസ് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏൻഷ്യൻ്റ് ഗ്രീസ് ഫ്രം ഈച്ച് അതർ. ഈ സിറ്റി സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, സിറ്റി സ്റ്റേറ്റിൻ്റെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ നമുക്കതിൻ്റെ ഈ ഒരു പ്രത്യേകതകൾ കൂടി ആഡ് ചെയ്ത് അവിടെ എഴുതാവുന്നതാണ്. എന്താണ് പ്രത്യേകത? ഓരോ സിറ്റി സ്റ്റേറ്റിനെ എന്തുകൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്? സമുദ്രമോ അല്ലെങ്കിൽ ഒരു ഹൈ മൗണ്ടൻ, വലിയ ഒരു പർവ്വതമോ കൊണ്ട് ഇവിടെ വേർതിരിച്ചിരിക്കുന്നു. അതായത് ഈ നഗരരാഷ്ട്രങ്ങളെല്ലാം ഒത്തുചേർന്നല്ല കിടന്നിരുന്നത്, പകരം ഇതിനെ സമുദ്രങ്ങളാൽ വിഭജിക്കപ്പെട്ടായിരുന്നു ഓരോ സിറ്റി സ്റ്റേറ്റ് നിലകൊണ്ടിരുന്നത്. കൂടുതൽ മനസ്സിലാക്കാൻ താഴെ ഒരു മാപ്പ് നൽകിയിട്ടുണ്ട്. നോക്കൂ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ്റ് ഗ്രീസ്. ഏൻഷ്യൻ്റ് ഗ്രീസിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് താഴെ തന്നിരിക്കുന്ന ബുള്ളറ്റ്സിൽ എഴുതുക. ഇതാണ് ചോദ്യം. കുട്ടികൾ ശ്രദ്ധിക്കുക. നഗരരാഷ്ട്രങ്ങളുടെ പേര് അവിടെ തന്നിട്ടുണ്ട്, അതെടുത്തെഴുതിയാൽ മതി. ഏതൻസ്, സ്പാർട്ട, തേബ്സ്, കോരിന്ത്. ഏതൻസ്, സ്പാർട്ടയൊക്കെ വളരെ ഫേമസ് ആയ സിറ്റി സ്റ്റേറ്റ്സ് ആണ് കൂട്ടുകാരെ, പഠിച്ചു വയ്ക്കുക. ബാക്കി പാഠഭാഗം നോക്കാം. Seas or high mountains separated these city states of ancient Greece from each other. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കടലും അല്ലെങ്കിൽ മറ്റ് ഉയർന്ന പർവ്വതങ്ങളും ഒക്കെ ഈ സിറ്റി സ്റ്റേറ്റ്സിനെ തമ്മിൽ വേർതിരിച്ചിരുന്നു. സോ ഈച്ച് സിറ്റീസ് വാസ് ഐസൊലേറ്റഡ്. അപ്പോൾ ഓരോ സിറ്റി സ്റ്റേറ്റും ഒറ്റപ്പെട്ടാണ് കിടന്നിരുന്നത്. ബിക്കോസ് ഓഫ് ദിസ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് ആബ്സെൻറ്റ് ഇൻ ഏൻഷ്യൻ്റ് ഗ്രീസ്. ഈ ഒറ്റപ്പെട്ട് കിടന്നത് കൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ അർത്ഥം? പൊതു ഭരണ സംവിധാനം എന്നാണ് അർത്ഥം. ഇതെല്ലാം ഒറ്റപ്പെട്ട് കിടന്നതിനാൽ ആ ഗ്രീസിലെ ഒറ്റപ്പെട്ട് കിടന്നത് കൊണ്ട് തന്നെ അവർക്ക് പൊതുവായ ഒരു ഭരണ സംവിധാനം ഇല്ലായിരുന്നു. വേറെ വേറെ കിടക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഭരണമാണ് നിലനിന്നിരുന്നത്. ഏതൻസ് ആൻഡ് സ്പാർട്ട വെയർ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്. അപ്പോൾ ഗ്രീസിലെ പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ് ഏതായിരുന്നു? ഏതൻസും സ്പാർട്ടയുമായിരുന്നു. നമുക്കിനി ഏതൻസിനെയും സ്പാർട്ടയും കുറിച്ച് പഠിക്കാം. നോക്കാം. ഹൗ ഡു യു ചൂസ് യുവർ ലീഡർ ഇൻ യുവർ ക്ലാസ് റൂം എന്നുള്ള ചോദ്യം. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ലീഡറിനെ തിരഞ്ഞെടുക്കുന്നത്? അത് കളക്റ്റീവ് വോട്ടൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സിസ്റ്റം ബൈ വിച്ച് ദ പീപ്പിൾ എലക്ട് ദെയർ റൂൾസ് ഇൻ ദിസ് വേ. അപ്പോൾ ഈ രീതിയിൽ ഭരണാധികാരികളെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന രീതിയെ എന്താണ് കൂട്ടുകാരെ പറയുന്നത്? നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ്. അവിടെ എഴുതി വയ്ക്കുക, ഡെമോക്രസി എന്ന് എഴുതുക. ഇനി ബാക്കി പാഠഭാഗം നോക്കാം. ദ ഇനിഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി ഓഫ് ഏതൻസ്. നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ പഠിച്ചു. ആദ്യം ജനാധിപത്യം കൊണ്ടുവന്നത് ഏത് സിറ്റി സ്റ്റേറ്റ്സിലാണ്? ഏതൻസിലാണ്. ആൾ മെൻ ഹാവിങ് സിറ്റിസൺഷിപ്പ് ഇൻ ഏതൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എലക്റ്റിംഗ് റൂൾസ് ആൻഡ് മേക്കിംഗ് ലാസ്. ഏതൻസിൽ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും എന്തിന് പങ്കുണ്ടായിരുന്നു? ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിലും അവരുടെ നിയമനിർമ്മാണത്തിലും ആർക്ക് പങ്കുണ്ടായിരുന്നു? അവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും. ഒന്നും കൂടെ നോക്കുക. അത് ആൾ മെൻ ഹാവിങ് സിറ്റിസൺഷിപ്പ് ഇൻ ഏതൻസ് പാർട്ടിസിപ്പേറ്റഡ് എലക്റ്റിംഗ് റൂൾസ് ആൻഡ് മേക്കിംഗ് ലാസ്. മേക്കിംഗ് ലാസ് എന്താണ്? നിയമനിർമ്മാണം. എലക്റ്റിംഗ് റൂളേഴ്സാണ്. അതായത് റൂളേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ആൾ മെൻ, ആണുങ്ങൾക്ക് മാത്രമാണ്
പങ്കാളിത്തമുണ്ടായിരുന്നത്. പിന്നെയോ വുമൻസ് സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. ആർക്ക് അധികാരമില്ലായിരുന്നു? സ്ത്രീകൾക്ക്, അടിമകൾക്ക്, ഫോറിനേഴ്സ് വിദേശികൾക്ക് അതിനുള്ള പൗരത്വ പദവി അവർക്ക് നൽകിയിരുന്നില്ല. ബാക്കി നോക്കാം. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പെരിക്ലിസ് ദാറ്റ് ഡെമോക്രസി ബിഗാൻ ടു എക്സ്പാൻഡ് ഇൻ ഏതൻസ്. പെരിക്ലിസിൻ്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാക്കാൻ തുടങ്ങിയത്. ആരുടെ സമയത്താണ്? ഡ്യൂറിങ് ദ ടൈം ഓഫ് പെരിക്ലിസ് ഡെമോക്രസി ബിഗാൻ ടു എക്സ്പാൻഡ്. ജനാധിപത്യം എക്സ്പാൻഡ് അല്ലെങ്കിൽ വികാസം പ്രാപിച്ചത് ഭരണാധികാരിയായ പെരിക്ലിസിൻ്റെ സമയത്തായിരുന്നു. It was during the time of Pericles that democracy began to expand in Athens. The political body of Athens was known as Assembly. ഏതൻസിലെ രാഷ്ട്രീയ സഭയെ അറിയപ്പെട്ടിരുന്ന പേരാണ് അസംബ്ലി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. എന്താ ചോദിക്കാൻ പറ്റുക? ഏതൻസിലെ രാഷ്ട്രീയ സഭയെ എന്തെന്ന് അറിയപ്പെട്ടിരുന്നു? അസംബ്ലി എന്ന് അറിയപ്പെട്ടിരുന്നു. ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് നോൺ ആസ് അസംബ്ലി. അടുത്തതിലേക്ക് പോകാം. നൗ ലെറ്റ്സ് ഗെറ്റ്സ് ഫെമിലിയർ വിത്ത് അതർ ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ്. ഏതൻസിലെ മറ്റ് സവിശേഷതകളാണ് ഇനി നോക്കാൻ പോകുന്നത്. എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി അവർക്കുണ്ടായിരുന്നു. എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഗേവ് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നൽകിയിരുന്നു. എന്തിന്? ആർട്ട് ആൻഡ് കൾച്ചർ, കലയ്ക്കും സംസ്കാരത്തിനും. ഇപ്പോൾ മനസ്സിലായോ? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 2 years ഓഫ് കമ്പൽസറി മിലിറ്ററി സർവീസ് ഫോർ ബോയ്സ്. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, കമ്പൽസറി മിലിറ്ററി സർവീസ്, നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നു. 2 വർഷത്തേക്ക് ആൺകുട്ടികൾക്ക് മാത്രമായി. എ സ്ട്രോങ് നേവി ആൻഡ് മിലിറ്ററി, ശക്തമായ ഒരു കപ്പൽ പടയും പിന്നെ സൈനിക വ്യൂഹവുമൊക്കെ ആർക്കുണ്ടായിരുന്നു? ഏതൻസിനുണ്ടായിരുന്നു. ഏതൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്പാർട്ട സിറ്റി സ്റ്റേറ്റായ സ്പാർട്ടയിലെ വിശേഷങ്ങൾ നോക്കാം. അൺലൈക്ക് ഏതൻസ്, സ്പാർട്ട ഹാഡ് ആൻ അരിസ്റ്റോക്രാറ്റിക് റൂൾ. ഏതൻസിൽ ജനാധിപത്യമായിരുന്നെങ്കിൽ സ്പാർട്ടയിൽ എന്തായിരുന്നു? അതിൽ നിന്ന് വ്യത്യാസമായിട്ട് പ്രഭുക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അരിസ്റ്റോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഭരണമാണ് സൂചിപ്പിക്കുന്നത്. ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സ്പാർട്ട എംഫസൈസ് ട്രഡീഷണൽ വാല്യൂസ് ആൻഡ് മിലിറ്ററി ട്രെയിനിങ്. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു? പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനുമൊക്കെയാണ് അവിടെ ഒരു മുൻതൂക്കം കൊടുത്തിരുന്നത്. എന്തിനൊക്കെയായിരുന്നു? ട്രഡീഷണൽ വാല്യൂ, പരമ്പരാഗതമായ മൂല്യം. മിലിറ്ററി ട്രെയിനിങ്, അവരുടെ സൈനിക പരിശീലനം, ഇതിനൊക്കെയായിരുന്നു അവിടെ മുൻതൂക്കം ഉണ്ടായിരുന്നത്. ഇൻ സ്പാർട്ട ബോയ്സ് വെയർ റിക്വേർഡ് സർവീസ് ഇൻ മിലിറ്ററി ഫോർ 23 years. മറ്റു സ്ഥലത്ത് 2 വർഷമായിരുന്നെങ്കിൽ ഇവിടെ എത്ര വർഷമാണ്? 23 വർഷം ഇവർ മിലിറ്ററി അല്ലെങ്കിൽ സൈനിക സേവനം ആൺകുട്ടികൾക്ക് നിർബന്ധമായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അതിന് മുകളിലൊരു ചോദ്യം നൽകിയിരിക്കുന്നത് കണ്ടില്ലേ കൂട്ടുകാരെ? കമ്പയർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട. ഏതൻസ് സിറ്റി സ്റ്റേറ്റായ ഏതൻസിലെയും സ്പാർട്ടയിലെയും സവിശേഷതകളൊന്ന് കമ്പയർ ചെയ്ത് എഴുതാനാണ്. നമുക്ക് ആൻസർ നോക്കാം. ഏതൻസിലെയും സ്പാർട്ടയിലെയും സവിശേഷതകൾ നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ നമ്മൾ ഈ ചുവന്ന കോളത്തിൽ നൽകിയിരിക്കുന്ന പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയായിരിക്കും. ബാക്കി കുറച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കോളത്തിൽ നൽകിയിരിക്കുന്ന
ആ ഒരു പ്രത്യേകതകൾ മാത്രം എടുത്ത് നോട്ട് ബുക്കിൽ എഴുതിയാൽ മതിയാകും. സിറ്റിസൺഷിപ്പ് തൊട്ട് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് വരെ, അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്കൽ ബോഡിയുടെ പേര്, പിന്നെ അവിടെ നിലനിന്നിരുന്ന ഫീച്ചേഴ്സ്, ഏതൻസിൻ്റെ സവിശേഷതകൾ. ഇത്രയുമാണ് ഏതൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കായിട്ട് നിങ്ങൾ എഴുതി പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ സ്പാർട്ടയുടെ സവിശേഷതകൾ. സ്പാർട്ട ഹാഡ് ആൻഡ് അരിസ്റ്റോക്രാറ്റിക് റൂൾ, അവർക്കുള്ള പ്രഭുഭരണമാണെന്നും എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനത്തതാണെന്നും അത് തുടങ്ങി 23 വർഷം അവർക്ക് നിർബന്ധിത സൈനിക സേവനമുണ്ട് തുടങ്ങി 3 സെൻറ്റൻസ് മാത്രമേ സ്പാർട്ടയ്ക്ക് പഠിക്കാനുള്ളൂ. കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളത് ഏതൻസിൻ്റെ കാര്യത്തിലാണ്. തന്നിരിക്കുന്ന കോമയ്ക്കകത്തുള്ള നോട്ട്സ് അത് എഴുതി പഠിക്കുക. നെക്സ്റ്റ് നോക്കാം. ഗ്രീക്കോ പേർഷ്യൻ വാറിനെ കുറിച്ചാണ് അടുത്തത് പഠിക്കാനുള്ളത്. The Persian Empire, which was hostile to the Greek city-states. നോക്കൂ, പേർഷ്യൻ ഭരണാധികാരികൾ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്നു. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ശത്രുതയാണ്. വാസ് ഇൻവേഡഡ് ആൻഡ് കോൺകോർഡ് ബൈ എ കമ്പൈൻഡ് ആർമി ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട. ഗ്രീക്ക് നഗരങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ച് കീഴടക്കുന്നു. പേർഷ്യൻ എംപയർ ദാറ്റ് വാസ് ഹോസ്റ്റൈൽ ടു ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സുമായിട്ട് ശത്രുതയിലായിരുന്ന പേർഷ്യൻ എംപയറിനെ ഇവരെന്ത് ചെയ്യുന്നു? ഇൻവേർഡഡ്, ആക്രമിക്കുന്നു. കോൺകോർഡ്, കീഴ്പ്പെടുത്തുന്നു. എങ്ങനെയാണ്? കമ്പൈൻഡ് ആർമി, ഈ 2 സിറ്റി സ്റ്റേറ്റ്സും ചേർന്നുകൊണ്ടാണ് പേർഷ്യൻ എംപയറിനെ ആക്രമിച്ചത്. എന്നിട്ട് അവരെ കീഴടക്കുകയും ചെയ്യുന്നു. ദീസ് വാർ വാസ് നോൺ ആസ് ഗ്രീക്കോ പേർഷ്യൻ വാർ. ഈ യുദ്ധത്തിനെയാണ് ഗ്രീക്കോ പേർഷ്യൻ വാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൂട്ടുകാർ ആ പാരഗ്രാഫ് മൊത്തവും എഴുതി പഠിക്കേണ്ടതാണ്. അതിൽ സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. നെക്സ്റ്റാണ് പെലോപ്പനേഷ്യൻ വാർ. എന്താ വായിക്കുക? പെലോപ്പനേഷ്യൻ വാർ. ബട്ട് ലേറ്റർ സ്പാർട്ട വിച്ച് ബിക്കേം ഹോസ്റ്റൈൽ ടു ഏതൻസ്. പക്ഷെ അതിനുശേഷം എന്ത് പറ്റി? ഏതൻസും ഈ സ്പാർട്ടയും തമ്മിൽ ശത്രുതയിലായി. ഇവർ ആദ്യം ഒന്നിച്ചാണ് നിന്നതെങ്കിലും, ഒന്നിച്ച് നിന്ന് ഗ്രീക്കോ പേർഷ്യൻ വാർ നടത്തിയെങ്കിലും അതിനുശേഷം സ്പാർട്ട എന്ന സിറ്റി സ്റ്റേറ്റും ഏതൻസ് എന്ന സിറ്റി സ്റ്റേറ്റും തമ്മിൽ ശത്രുതയിലാവുകയും formed an alliance with certain city states and waged war against Athens. സ്പാർട്ടയുമായുള്ള സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും കൂടി ചേർന്ന് ഏതൻസിനെ ആക്രമിക്കുന്നു. ഈ സ്പാർട്ടയുമായി സൗഹൃദത്തിലായിരുന്ന മറ്റു സ്റ്റേറ്റും ഈ സ്പാർട്ടയോടൊപ്പം ചേർന്ന് ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നു? ഏതൻസിനെതിരെ യുദ്ധം ചെയ്യുന്നു. ഇൻ ദിസ് വാർ നോൺ ആസ് പെലപ്പോനേഷ്യൻ വാർ. ഈ യുദ്ധത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പെലപ്പോനേഷ്യൻ വാർ എന്ന് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? സ്പാർട്ട എമർജ്ഡ് വിക്ടോറിയസ്. ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിക്കുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആൻസർ സ്പാർട്ട എന്ന ഈ ഭാഗത്ത് തൊട്ട് ഇവിടം വരെ എഴുതിയാൽ മതിയാകും. സ്പാർട്ട വിച്ച് ബിക്കേം ഹോസ്റ്റൈൽ ടു ഏതൻസ്. ഏതൻസുമായി ശത്രുതയിലായിരുന്ന സ്പാർട്ട ഫോംഡ് അലയൻസ്. കുറച്ച് അലയൻസ് ആരാണ്? സഖ്യകക്ഷികളാണ്. വിത്ത് സേർട്ടേൺ സ്റ്റേറ്റ്സ് ആൻഡ് വേജ്ഡ് വാർ എഗനസ്റ്റ് ഏതൻസ്. ഈ അലയൻസുമായി ചേർന്ന് സ്പാർട്ട ഏതൻസിനെതിരെ യുദ്ധം നടക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് പെലോപ്പനേഷ്യൻ വാർ. ഇത്ര എഴുതിയാൽ മതിയാകും. ഇനി നെക്സ്റ്റ് ഈ 2 കോളം നൽകിയിട്ടുണ്ട് കൂട്ടുകാരെ. ഇത് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. ഇത് വായിച്ച് നോക്കിയാൽ മാത്രം മതിയാകും. ഇത് പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാവില്ല, പഠിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. നമുക്ക് നെക്സ്റ്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ പറ്റി പഠിക്കാം. നോക്കൂ കൂട്ടുകാരെ,
ഇവിടെ ഓരോ കോളത്തിലായി 3 ഫിലോസഫറിനെ പറ്റി ചെറിയ നോട്ട് നൽകിയിട്ടുണ്ട്. അത് മൊത്തവും ഒന്നും പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട തത്വചിന്തകരാണ് ഇവർ 3 പേരും. മുകളിലൊരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ടാബുലേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഗ്രീക്ക് ഫിലോസഫേഴ്സ് സോക്രട്ടീസ്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ഈ 3 തത്വചിന്തകരുടെയും സംഭാവനകൾ എന്തൊക്കെയെന്നുള്ള ചോദ്യം അത് പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യം കൂടി ആയതിനാൽ തീർച്ചയായിട്ടും ഇത് ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. ഒന്നാമത് നോക്കാം, സോക്രട്ടീസ് ആണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ സോക്രട്ടീസിനെ പറ്റി. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ വെയർ മേജർ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഹു ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ഈ ലോകത്തെ സ്വാധീനിച്ച 3 തത്വചിന്തകരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഗ്രീക്ക് ഫിലോസഫേഴ്സ്, ഗ്രീക്ക് തത്വചിന്തകന്മാർ. നോക്കാം. ഒന്നാമത്തെ സോക്രട്ടീസ് എംഫസൈസ്ഡ് ദാറ്റ് നോളജ് ഈസ് വിർച്യു. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ ആളാണ് ആര്? സോക്രട്ടീസ്. എന്താണ്? നോളജ് ഈസ് വിർച്യു. കാണാൻ പഠിച്ചോളണം. അറിവാണ് നന്മ. നെക്സ്റ്റ് പോയിന്റ്, പ്രൊപ്പഗേറ്റഡ് ഐഡിയ ത്രൂ ദ മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻ, അല്ലെങ്കിൽ അതിനെ സോക്രട്ടിക് മെത്തേഡ് എന്നും അറിയപ്പെടുന്നു. സംവാദ രീതി, ലോജിക്കൽ ഡിസ്കഷൻ, അതിൻ്റെ മലയാളം വേർഡാണ് സംവാദ രീതി. സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പ്രൊപ്പഗേറ്റ് ചെയ്യുക, പ്രചരിപ്പിക്കുക. ഏത് മെത്തേഡാണ്? ലോജിക്കൽ ഡിസ്കഷൻ എന്ന രീതിയിലൂടെ ആശയം പ്രചരിപ്പിച്ചു സോക്രട്ടീസ്. നെക്സ്റ്റ് നോക്കാം, പ്ലേറ്റോ. ഡിസിപ്പിൾ ഓഫ് സോക്രട്ടീസ്. സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു ആര്? പ്ലേറ്റോ. ഫൗണ്ടഡ് എ സ്റ്റഡി സെൻറ്റർ കാൾഡ് അക്കാഡമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് പ്ലേറ്റോ ആണ്. ഫേമസ് വർക്ക് റിപ്പബ്ലിക്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു വർക്കാണ്. പേരെന്താണ്? റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ആര്? പ്ലേറ്റോ. നെക്സ്റ്റ് അരിസ്റ്റോട്ടിലാണ്. എ സ്റ്റുഡൻറ്റ് ഓഫ് പ്ലേറ്റോ അറ്റ് ദ അക്കാഡമി എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. എക്സ്റ്റാബ്ലിഷ് ദ സ്റ്റഡി സെൻറ്റർ കാൾഡ് ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ച ആളാണ് അരിസ്റ്റോട്ടിൽ. ഓതർ ഓഫ് ദ ബുക്ക് പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ. ഇത് കുറച്ച് 3 പോയിന്റ് വെച്ചിട്ടേ ഉള്ളൂ. ഓരോന്നിലും ഇവരെ പറ്റിയൊക്കെ പഠിക്കാൻ ധാരാളം ഉള്ളതാണ്. നിങ്ങൾക്ക് 3 പോയിന്റേ ഉള്ളൂ. ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. നോക്കൂ കൂട്ടുകാരെ, ഇവിടെ നൽകിയിരിക്കുന്ന ഇലിയഡ് എന്നുള്ളത് ഒരു നമ്മുടെ മഹാഭാരതം പോലെ തന്നെ ഒരു ഇതിഹാസ ഗ്രന്ഥമാണ്. ഇലിയഡ് ഉള്ളത്. ഇത് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ കഥാഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ് ഇത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല. നമുക്കത് സ്കിപ്പ് ചെയ്തു പോവാം. നെക്സ്റ്റ് പേർഷ്യൻ എംപയറാണ്. പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാം. ഫ്രണ്ട്സ്, അവർ കൺട്രി ഇറാൻ. അപ്പോൾ അടുത്ത ഈ നമ്മുടെ ഓരോ കുട്ടികളിൽ നിന്ന് അവരുടെ രാജ്യത്തിൻ്റെ സംസ്കാരം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തതാരാണ്? ഇറാനിൽ നിന്നുള്ള കുട്ടിയാണ് അവരുടെ രാജ്യത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കാം. ഫ്രണ്ട്സ്, അവർ കൺട്രി ഇറാൻ ഹാസ് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം. പേർഷ്യൻ എംപയർ വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംപയർ ദാറ്റ് എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. അക്കാലത്ത് നിലനിന്നിരുന്ന അറ്റ് ദാറ്റ് ടൈം, ആ കാലത്ത് എക്സിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു
നമ്മുടെ ഇറാൻ അല്ലെങ്കിൽ പേർഷ്യൻ എംപയർ എന്ന് പറഞ്ഞത്. പേർഷ്യൻ എംപയർ വാസ് മിക്സ്ചർ ഓഫ് ഡൈവേഴ്സ് കൾച്ചർ, ലാംഗ്വേജസ് ആൻഡ് ട്രഡീഷൻസ് as different geographical territories were part of this empire. അതായത് വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു ഈ പേർഷ്യൻ സാമ്രാജ്യം. നോക്ക്, ഡിഫറൻറ്റ് ജോഗ്രഫിക്കൽ ടെറിട്ടറീസ് വെയർ പാർട്ട് ഓഫ് ദിസ് എംപയർ. ഈ എംപയർ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വ്യത്യസ്ത തരത്തിലുള്ള ജോഗ്രഫിക്കൽ ടെറിട്ടറി ഭൂപ്രദേശങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ എങ്ങനെയായിരുന്നു? ഡൈവേഴ്സ് കൾച്ചർ ഉണ്ടായിരുന്നു, ലാംഗ്വേജസ് ഉണ്ടായിരുന്നു, ട്രഡീഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ ആയിരുന്നു എന്ത്? നമ്മുടെ പേർഷ്യൻ എംപയർ. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഡൈവേഴ്സ് അതായത് പല രീതിയിലുള്ള കൾച്ചർ, ലാംഗ്വേജ്, ട്രഡീഷൻസ് എല്ലാം നിലനിന്നിരുന്നു. അവിടെ ഭൂപ്രദേശവും എങ്ങനെയായിരുന്നു? ഡിഫറൻറ്റ് ജോഗ്രഫിക്കൽ ടെറിട്ടറീസുമായിരുന്നു. ഇനി നോക്കാം. പെർസപ്പോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് എംപയർ. അപ്പോൾ ഈ നമ്മുടെ പേർഷ്യൻ എംപയറിൻ്റെ ക്യാപിറ്റൽ തലസ്ഥാനത്തിൻ്റെ പേരായിരുന്നു പെർസപ്പോളിസ് എന്നുള്ളത്. അപ്പോൾ കൂട്ടുകാർ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഇനി താഴെ ഒരു ചോദ്യം തന്നിരിക്കുന്നത് നോക്കൂ കൂട്ടുകാരെ. വാട്ട് ആർ ദ ഐഡിയാസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ദ ജോൺസ് ഡിസ്ക്രിപ്ഷൻ. ഈ കുട്ടിയുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് പേർഷ്യൻ എംപയറിനെ പറ്റി എന്തൊക്കെയാണ് മനസ്സിലായത്? ആ പേർഷ്യൻ എംപയറിനെ പറ്റിയുള്ള മെയിൻ പോയിൻറ്റ്സാണ് ഈ അടിവരയിട്ട് റെഡ് ലൈനിട്ട് വരച്ചു വച്ചിരിക്കുന്നത്. ഈ ഓരോ സെൻറ്റൻസും കൂട്ടുകാരെടുത്ത് ഇതിൻ്റെ താഴെ നൽകിയിരിക്കുന്ന ഈ ബുള്ളറ്റിൽ എഴുതി ചേർക്കുക. ഈ ബുള്ളറ്റ് തന്നിരിക്കുന്ന ഈ 3 ബുള്ളറ്റിൽ എഴുതി ചേർക്കാനുള്ളത് ആ 3 സെൻറ്റൻസാണ്. ഈ 3 സെൻറ്റൻസ് കൂട്ടുകാർ നോക്കി എഴുതിയെടുക്കുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോകാം. നോക്കൂ കൂട്ടുകാരെ. പേർഷ്യൻ എംപയേഴ്സ്, ദ പ്രോമിനൻ്റ് റൂളേഴ്സ് ഓഫ് ദ പേർഷ്യൻ എംപയർ. പേർഷ്യൻ എംപയറിൻ്റെ പ്രോമിനൻ്റ് റൂളേഴ്സ്, പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ഹൂ വെയർ ദ പ്രോമിനൻ്റ് റൂളേഴ്സ് ഓഫ് പേർഷ്യൻ എംപയർ. ക്വസ്റ്റ്യൻ കിടക്കുന്ന കണ്ടില്ലേ? അതിൻ്റെ ആൻസർ താഴെ തന്നെ ഉണ്ട്. സൈറസ്, ഡാരിയസ് ഫസ്റ്റ് ആൻഡ് സെറസ് ആർ ദ പ്രോമിനൻ്റ് റൂളേഴ്സ് ഓഫ് ദ പേർഷ്യൻ എംപയർ. സൈറസും ദാരിയസ് ഒന്നാമനും സെറക്സും ആണ് പ്രധാനപ്പെട്ട 3 ഭരണാധികാരികൾ. അത് കൂട്ടുകാർ എഴുതി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഇനി പേർഷ്യൻ ഭരണ സംവിധാനം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഭരണ സംവിധാനത്തിൻ്റെ പേര് ക്യാരക്ടറിസ്റ്റിക് സവിശേഷതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ കൂട്ടുകാരെ. ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു സെവറൽ സത്രബി. അവിടെ എന്താ വായിക്കുക? സത്രബീസ് എന്നാണ് വായിക്കുക. അതിന് എന്താ അർത്ഥം? സത്രബി എന്ന് പറഞ്ഞാൽ പ്രൊവിൻസ് എന്നാണ് അർത്ഥം. ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു സെവറൽ സത്രബീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അതായത് ഭരണ സൗകര്യം, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഭരണ സൗകര്യം എന്നാണ് അർത്ഥം. ഭരണ സൗകര്യത്തിനായി വിശാലമായ ഈ സാമ്രാജ്യത്തെ അവരെന്തായിട്ട് വിഭജിച്ചിരുന്നു? പ്രവിശ്യകളായിട്ട് വിഭജിച്ചിരുന്നു. ഈ പ്രവിശ്യകളെ അവർ വിളിച്ചിരുന്ന പേരാണ് എന്ത്? സത്രബീസ് എന്ന്. ഇത്രയേ ഉള്ളൂ. ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി അവരുടെ വലിയ സാമ്രാജ്യത്തെ അവർ ചെറിയ പ്രോവിൻസായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഡിവൈഡ് ചെയ്ത ഈ പ്രോവിൻസിനെ സത്രബി എന്നാണ് അവർ വിളിച്ചിരുന്നത്. ദി സത്രബീസ് വെയർ അണ്ടർ ദ ഗവർണേഴ്സ് നോൺ ആസ്. ഈ ഓരോ സത്രബിയും ഓരോ ഗവർണർമാരാണ് ഭരിച്ചിരുന്നത്. അവരെ വിളിച്ചിരുന്ന പേരാണ് സത്രബ്സ്. താഴെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ?
സത്രപീസ് ഭരിച്ചിരുന്നത് സത്രപ് എന്ന ഭരണാധികാരികളായിരുന്നു, ഗവർണേഴ്സ് ആയിരുന്നു. ഈ ലാസ്റ്റ് സെൻറ്റൻസ്, ദീസ് സത്രപ്സ് എൻഫോഴ്സ്ഡ് ദ ലാസ് ആൻഡ് ടാക്സ് സിസ്റ്റം ഓഫ് ദ കിങ് ഇൻ ദ സത്രപീസ്. അതായത് ഈ ഗവർണേഴ്സ് എന്ത് ചെയ്തു, രാജാവിൻ്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും ഈ പ്രോവിൻസിൽ നടപ്പിലാക്കി. അപ്പോൾ കൂട്ടുകാർക്ക് ഈ 3 പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് എഴുതി വെച്ച് പഠിക്കുക. കുറച്ച് വാക്കുകളൊക്കെ ഡിഫിക്കൽട്ടാണ്, കുറച്ചൊന്ന് പാടുപെടേണ്ടി വരും ഇതൊന്ന് വായിച്ച് പഠിക്കാൻ. എന്നാലും കൂട്ടുകാർ വായിച്ച് കഴിവുന്ന പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. അതിന് ലാസ്റ്റ്, അതായത് ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് പോർഷനാണ് നോക്കുന്നത്. അതും കുറച്ച് വായിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പേരാണ്. സൊറാസ്ട്രിയൻ ഫിലോസഫി. നമ്മൾ ഇത് ഇംഗ്ലീഷിൽ സൊറാസ്ട്രിയൻ ഫിലോസോഫി എന്ന് വായിക്കുന്നെങ്കിലും മലയാളത്തിൽ നമ്മളതിന് സരതുഷ്ട്ര ദർശനം എന്നാണ് പറയുന്നത്. എന്താണ് സരതുഷ്ട്ര ദർശനം? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സൊറാസ്ട്രിയൻ ഫിലോസോഫി എന്നത്. സൊറാസ്ട്രിയൻ ഫിലോസോഫി ഒറിജിനേറ്റഡ് ഇൻ പേർഷ്യ. പേർഷ്യയിലാണ് നമ്മുടെ സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. സൊറാസ്ട്രിയൻ ഫിലോസോഫി ഒറിജിനേറ്റഡ് ഇൻ പേർഷ്യ. പേർഷ്യയിൽ രൂപം കൊണ്ട ഒരു ദർശനമാണ് എന്ത്, സൊറാസ്ട്രിയൻ ഫിലോസോഫി. സൊറാസ്ട്രിയൻ ഫിലോസോഫി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കാം. ഇത് ഫൗണ്ടഡ് ബൈ സൊറാസ്ട്രർ, അതായത് സരതുഷ്ട്ര എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഫൗണ്ടർ. രണ്ടാമത്തത് ബിലീവ്ഡ് ഇൻ ഓൺ ഗോഡ് കോൾഡ് അഹുരമസ്ത. ഈ അഹുരമസ്ത എന്ന് വിളിക്കപ്പെട്ട ഏക ദൈവത്തിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. സെൻറ്റ് അവസ്ഥ വാസ് ദ റിലീജിയസ് ടെക്സ്റ്റ്. അവരുടെ മതഗ്രന്ഥത്തിൻ്റെ പേരായിരുന്നു സെൻറ്റ് അവസ്ഥ എന്നുള്ളത്. സൊറാസ്ട്രിയൻ ഫിലോസഫി നിങ്ങൾ 3 പോയിൻറ്റേ ഉള്ളൂ. വേർഡ്സ് കുറച്ച് കട്ടിയാണെങ്കിലും അത് പഠിച്ചാൽ മറന്നു പോകത്തില്ല. ഫൗണ്ടഡ് ബൈ സൊറാസ്ട്രർ. ഈ തത്വചിന്ത കണ്ടുപിടിച്ചത് സൊറാസ്ട്രറാണ്. ബിലീവ്ഡ് ഇൻ ഓൺ ഗോഡ്, അവർ ഒറ്റ ദൈവത്തിലാണ് വിശ്വസിച്ചിരുന്നത്. ആ ദൈവത്തിനെ എന്താ വിളിച്ചിരുന്നത്, അഹുരമസ്ത എന്നാണ് വിളിച്ചിരുന്നത്. അവരുടെ മതഗ്രന്ഥമായിരുന്നു സെൻറ്റ് അവസ്ഥ. പേർഷ്യയിലുണ്ടായിരുന്ന തത്വദർശനത്തെ പറ്റി നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് റോമൻ എംപയർ ആണ്. റോമൻ എംപയർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കൂട്ടുകാർക്ക് നോട്ട്സ്, ഈ പാഠഭാഗം എല്ലാം മനസ്സിലായെങ്കിൽ, ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സേഗ സ്റ്റഡീസ്.